പക്ഷെ ജയന്തൻ്റെ ശബ്ദത്തിനും അദ്ദേഹത്തിൻ്റെ പാട്ടിനും വ്യത്യസ്തമായ ഒരു വലിയ ശ്രോതാക്കളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഗാനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമാണ് ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഒരു പാട്ടുകാരൻ എന്ന പോലെ അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ ശാസ്ത്രീയ സംഗീതം ഒരിക്കലും പഠിച്ച ആളല്ല എന്നാണ് അയാൾ പറയുന്നത്. ശാസ്ത്രീയ സംഗീതം ഒരിക്കലും പഠിക്കാത്ത ജയേന്ദ്രൻ എന്ന ഗായകൻ മലയാളികളുടെയും മലയാള സിനിമയുടെയും എക്കാലത്തെയും ഒരു മറക്കാനാവാത്ത ഗായകനായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ കാലത്തെ വ്യക്തിപരമായ സ്നേഹബന്ധം അദ്ദേഹവുമായിട്ട് അവസാന കാലം വരെ സൂക്ഷിച്ചിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തൊരു കാര്യം CPIയുടെ 2022 നടന്ന ജില്ലാ സമ്മേളനത്തിൽ പുറത്തിറക്കിയ ഒരു ഗാന പരിപാടിയിൽ ഒരു കാസറ്റ് പുറത്തിറക്കിയപ്പോൾ അതിൽ അന്തിക്കാട്ട് രക്തസാക്ഷികളെ പറ്റി അദ്ദേഹം പാടാൻ തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമ്മേളനത്തിന് വേണ്ടി ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പാടുന്ന പാട്ടായിരിക്കും ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അന്തിക്കാട്ടെ KP പ്രഭാകരൻ്റെ വീട്ടിലെ സ്റ്റുഡിയോയിൽ വന്ന് നേരിട്ട് പ്രതിഫലം പോലും വാങ്ങാതെ അദ്ദേഹം ആ പാട്ട് പാടിത്തന്നത് ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏത് കാര്യത്തിന് എപ്പോഴും ഞാനിവിടുത്തെ MLA ആയിരിക്കുന്ന സമയത്തും അതിന് മുമ്പും മന്ത്രിയായിരിക്കുമ്പോഴും അതിന് ശേഷമൊക്കെ നിരന്തരമായി പരസ്പരം ബന്ധപ്പെടാനും സൗഹൃദം കാത്തുസൂക്ഷിക്കാനും കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എനിക്കുണ്ടായുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷമമെന്ന് പറയുന്നത്, പത്മശ്രീ പോലെയുള്ള ദേശീയ പുരസ്കാരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കാൾ വളരെ അതിന് അർഹതയുള്ളവർ തന്നെയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷം ആ അവാർഡുകൾ കിട്ടേണ്ട ആളുകൾക്ക് കിട്ടിയിട്ടും സുനിൽകുമാറാണ് P. ജയചന്ദ്രനെ ഓർത്തെടുത്തത്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പങ്കുവയ്ക്കുകയായിരുന്നു.